ഒരു സർവീസ് റോഡിൽ കയറിയതാ. ഒരാൾ പെട്ടെന്ന് റിവേഴ്സ് എടുത്തു. എന്നിട്ട് എന്റെ വണ്ടിയുടെ ഒരു സൈഡ് ഫുൾ ചളി. Hi guys, welcome back to my channel. If you're new to my channel, my name is Namita. അതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. I'm new to your channel. ഞാൻ എന്നെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. Okay, sorry. Guys, ഇന്ന് എൻ്റെ കൂടെ 2 അവതാരങ്ങളുണ്ട്. ഇവർ രണ്ടും എൻ്റെ ഫ്രണ്ട്സ് ആണ്. ഇവർ രണ്ടുപേരെ എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയതാണ്. This is Shadda Shaji. Hi. This is Leah Joseph. ലേനെ എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നു, പക്ഷെ മിക്ക ആൾക്കാർക്കും ലേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരത്തെ എല്ലാവരും പറയുന്നത് ഓ ലേനെ കാണാൻ മറ്റേ മതിമോളെ പോലെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്റ്റഗ്രാമിലെ ഇപ്പം ആക്ച്വലി എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഫ്രൈ എൻ്റെ തൊണ്ട കുടുങ്ങി. ഇൻ കേസ് നിങ്ങൾക്കും അത് തോന്നുവാണെങ്കിൽ താഴെ കോമെന്റ്സിൽ ഇടുക. അത് ഞങ്ങളുടെ പരിപാടിനെ കുറിച്ച് പറയാം. ഓർ ബിഫോർ ദാറ്റ് ഞാൻ ആദ്യം ഇവരെ കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ അമിറ്റിയിലായിരുന്നല്ലോ പഠിച്ചത് ഇവിടെ ദുബായിൽ. എൻ്റെ ഫസ്റ്റ് ഇയറിൽ എനിക്ക് വേറെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് എന്നെ വിട്ടിട്ട് പോയി. ഏതാ ഫ്രണ്ട്? എന്നിട്ട് അത് കഴിയാൻ നേരത്ത് ഒരു ദിവസം ഞാൻ ക്ലാസ്സിലിരിക്കാൻ നേരത്താണ് ഷെഡ്ഡി ആദ്യമായിട്ട് എന്നോട് ഒന്ന് സംസാരിക്കുന്നത്. ആ സമയത്ത് ഷെഡ്ഡിയുടെ ഫ്രണ്ട് ആയിരുന്നു ലയ. അവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ആ കൂട്ടത്തിലേക്ക് എന്നെ അഡോപ്റ്റ് ചെയ്തെടുത്തതാണ്. So yeah, I'm very grateful for that. ഇപ്പൊ എത്ര വർഷമായി കോളേജ് കഴിഞ്ഞിട്ട്? 5-6 years ആയി കോളേജ് കഴിഞ്ഞിട്ട്. കോളേജിന്റെ സെക്കൻഡ് ഇയർ തൊട്ടാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. സോ ഐ എം ഗെസ്സിങ് ഒരു 6-7 years ആയി കാണുമെന്ന് ഇവരെ പരിചയപ്പെട്ടിട്ട്. ബട്ട് എവർ സിൻസ് എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ അവരുടെ കൂടെയും. പിന്നെ അതിനുശേഷം ഷെഡ്ഡിയായിട്ട് വഴക്കിട്ട് ഞങ്ങൾ പിരിഞ്ഞു. അത് വേറെ കഥ. പിന്നെ ഒരു 3-4 വർഷത്തേക്ക് അവളോട് മിണ്ടിയില്ല. പക്ഷെ ഞാൻ ലയ അപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ലയായിട്ട് ഞങ്ങൾ വഴക്കിട്ട് പിരിഞ്ഞു. അതൊരു 1 വർഷം 2 വർഷം. പക്ഷെ ഓൾ ദീസ് തിങ്സ് ആർ കൈൻഡ് ഓഫ് നോർമൽ, റൈറ്റ്? പക്ഷെ ഐ ഫീൽ ലൈക്ക് ഓൾ ദീസ് തിങ്സ് ആർ കൈൻഡ് ഓഫ് നോർമൽ. ലൈക്ക് യു നോ, പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് സോൾവ് ചെയ്യാതെ മുമ്പോട്ട് പോവുക. ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ കാരണത്താൽ നമ്മൾ മിണ്ടാണ്ട് കുറച്ച് വർഷങ്ങൾ ഇരുന്നാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ തിരിച്ച് ജോയിൻ ചെയ്യുവാണെങ്കിൽ ഐ ഫീൽ ലൈക്ക് ഓൾ ദീസ് തിങ്സ് ഒക്കെ ഓക്കെ. സോ ഇപ്പം AC ഇടാണ്ട് ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ചൂടെടുക്കുന്നത്. സോ എനിക്ക് അജു ഗൈസിനെ പറ്റൊക്കെ ഷെഡി. സോ ഗൈസ്, ഞങ്ങളാണെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് പ്ലേസ് ഞങ്ങൾ യൂഷ്വലി ഞങ്ങൾ എപ്പോഴും ഹാങ് ഔട്ടിന് പോയാലും what we do is we either go to a mall അല്ലെങ്കിൽ വല്ല പാർക്കോ അല്ലെങ്കിൽ ലേയുടെ വീടോ അല്ലെങ്കിൽ എൻ്റെ വീടോ അല്ലെങ്കിൽ ഷെഡിയുടെ വീടോ ഇത്രയുമാണ് ചെയ്യുന്നത്. സോ ദിസ് ടൈം വി വർ ലൈക്ക്, ഞാനിപ്പോൾ ഒരു 5 ദിവസത്തേക്ക് ആനുവൽ ലീവിലാണ് ഫോർ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അത് ഞാൻ ശരിയാവുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം. ആനുവൽ ലീവ് ആയതുകൊണ്ട് തന്നെ ലൈക്ക് വി തോട്ട് മേ ബി വിൽ ജസ്റ്റ് ഗോ ഔട്ട് ആൻഡ് ഹാവ് ഫൺ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറേ നേരം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ നേരത്ത് വി ഫൗണ്ട് ദിസ് പ്ലേസ്. ഇറ്റ്സ് കോൾഡ് ഫേ കഫേ കൽബ. അത് കുറച്ച് ഐ തിങ്ക് ഞങ്ങളിപ്പോ കരാമയിലാണ്. ഇവിടുന്ന് ഒരു 2 മണിക്കൂറുണ്ട് വിത്തൗട്ട് ട്രാഫിക്. ലെറ്റ്സ് സീ. സോ അവിടെ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഷെഡ്യൂൾ ബി ഡ്രൈവിംഗ് ഫോർ സം ടൈം. എന്നിട്ട് ഇഫ് ഷി വോണ്ട്സ് ടു ചേഞ്ച് ഐ വിൽ ഡ്രൈവ്. എന്നിട്ട് ഇഫ് ഐ വോണ്ട് ടു ചേഞ്ച് ലേ വിൽ ഡ്രൈവ്. ദാറ്റ്സ് ഹൗ ഇറ്റ്സ് ഗോണ ഗോ. സോ ഫോർ നൗ ഷെഡ്യൂൾ ഈസ് ഗോണ സ്റ്റാർട്ട്. ഞാനും ബെൽറ്റ് ഇടാൻ മറന്നു. വെയിറ്റ് അയ്യോ, എക്സൈറ്റ്മെന്റ് കൊടുപ്പ്. AC ഇടാത്തതിന്റെ റീസൺ എന്താണെന്ന് അറിയാം? ഇവിടെ AC എല്ലാം വർക്കിംഗ് ആണ്. പക്ഷെ ഇത് പ്രോബ്ലം മീൻസ് AC ഇടാൻ നേരത്തെ ഇതിന്റെ അകത്ത് AC ഇടാത്തോണ്ടേ ഒരു ചൂടാണ്. പക്ഷെ ദി തിങ് ഈസ് AC ഇട്ടുണ്ടല്ലോ എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല. അല്ല, AC ഇട്ടാലുണ്ടല്ലോ എന്താ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞുതരാം. AC ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് ശരിക്കും കേൾക്കത്തില്ല. പിന്നെ അത് അതിനെക്കാട്ടിലും ഒരു ബുദ്ധിമുട്ടാവും. സോ യെസ്, എന്തെന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു. വിൽ ടോക്ക് ടു യു ഗൈസ് ഓൺ ദ വേ. ഓക്കെ,
ഒരു വലിയ ബാണ്ടക്കെട്ട് പോലത്തെ ബാഗ് ഉണ്ട്, അതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളില്ല. അപ്പൊ ഇതെല്ലാം കൂടെ അതിനകത്ത് കിടന്ന് ഇളകി. അല്ലാണ്ട് ഞാൻ അടച്ചിട്ടാ വെച്ചത്. In case if you guys can't tell, Leia is obsessed with makeup. Yeah, I buy and she uses. അവളുടെ ചുണ്ടങ്ങോട്ട് നോക്കി, ലയുടെ ചുണ്ടുകൾ കാണിച്ച്. Leia is obsessed with makeup. എനിക്ക് തോന്നുന്നു കോളേജിലൊക്കെ എനിക്ക് മേക്കപ്പ് ഇടാനൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ എമിറേറ്റ്സ് കയറി കഴിഞ്ഞ പിന്നെ മേക്കപ്പ് ഇടാൻ പഠിച്ചത്. കാരണം ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ us to like put makeup. Like മേക്കപ്പ് ആണ് ഞങ്ങളുടെ മെയിൻ തിങ്. സോ ആ സമയത്താണ് ഞാൻ പഠിച്ചത്. പക്ഷെ ലേയ, ഞാൻ എവർ സിൻസ് ലേനെ കണ്ടപ്പോ തൊട്ട്, I think from college, she's obsessed with makeup. I started wearing makeup to office. Yeah. Everybody in office wears makeup. Yeah, I feel like that's part of adulthood. Like adult life, like office. It's so time consuming when you just want to. Yeah, but you also want to look presentable and good. Yeah, but 5:30 in the morning when you wake up, I don't want to look presentable. No pain, no gain. You don't want respect, okay? ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നമുക്ക് പോകാം. പക്ഷെ like if you want to get respect and like look nice, makeup is important. You need to look presentable. And I admire the people who actually take the effort in the office. They go to the washroom, they put the makeup, and I'm like, I know. I honestly miss I want to be this, but I just cannot. I miss എന്റെ കോളേജ് ലൈഫ്. ഒരു ഐലൈനർ ഇട്ടങ്ങ് പോയാൽ മതിയായിരുന്നു. ഇപ്പം ആറായിട്ട് ജനിക്കേണ്ടതായിരുന്നു. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും. No. ഇനിയുമാണെങ്കിൽ ഞങ്ങൾക്കൊരു 44 minutes ഉണ്ട് അങ്ങോട്ടേക്ക് എത്താൻ. സോ വി തോട്ട് വിൽ ടോക്ക് അബൌട്ട് സംതിങ്. ഇപ്പൊ ഒരു മഴയൊക്കെ കഴിഞ്ഞ് ഒരു നല്ലൊരു മൂഡിലിരിക്കുക. സോ ആസ്ക് മീ സംതിങ് ഗൈസ്. ഓക്കെ, നീ യൂട്യൂബ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം കുറെ നാളായി. നിന്റെ കമന്റ് സെക്ഷൻ ഞാൻ ഈയിടെയായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എങ്ങനെയാണ് നീ ഈ അൺനെസസറി കമന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നത്? ലൈക്ക് ആൾക്കാർ വന്ന് എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞിട്ടു, ഹൗ ഡു യു ടേക്ക് ഇറ്റ്? ലൈക്ക് ചില കമന്റ്സ് ഒക്കെ നമുക്ക് വായിക്കാൻ പോലും തോന്നത്തില്ല. ഹൗ ഡു യു മാനേജ് ദാറ്റ്? സോ ഐ ഫീൽ ലൈക്ക് സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ കുറച്ചൊന്ന് ആക്റ്റീവായി തുടങ്ങി. ഐ ഫീൽ ലൈക്ക് ഹേറ്റ് ഇസ് കൈൻഡ് നോർമൽ. അത് ആരെങ്കിലും കുശുമ്പും കൊന്നായ്മയും ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതിൽ സ്റ്റാർട്ട് സംതിങ്. ഐ മീൻ ദാറ്റ്സ് കൈൻഡ് നോർമൽ. അത് ആരുടെ അടുത്ത് നോക്കിയാലും എല്ലാവരുടെയും അക്കൗണ്ടിൽ വരുന്ന ഒരു കാര്യമാണ്. സോ ഐ ആക്ച്വലി ഡോണ്ട് ഗീവ് ഇറ്റ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ്. പ്ലസ് ലൈക്ക് ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഇപ്പം എന്റെ ലൈഫും കുറച്ച് ഹാപ്പനിങ് അല്ലേ. ലൈക്ക് ഒന്നാമത് ഐം ഫ്ലൈയിങ്, പിന്നെ തിരിച്ചു വരിക, പിന്നെ ജെറ്റ് ലാഗ്ഡ് ആയിട്ട് കുറച്ച് നാൾ കിടന്ന് ഉറങ്ങുക, പിന്നെ തിരിച്ചു പോവുക. അപ്പം ലൈക്ക് ഓണസ്റ്റ്ലി ഐ ഡോണ്ട് റിയലി ഗെറ്റ് ദ ടൈം ടു ലൈക്ക് give so much importance to hate comments. പക്ഷെ ചില ആൾക്കാരുണ്ട്, ചില ആൾക്കാർ ആർ സോ സ്വീറ്റ്. ഇന്നലെ കൂടെ ഞാൻ എന്തോ ഒരു റീൽ എന്തോ പോസ്റ്റ് ചെയ്യാൻ നേരത്തെ I got a lot of positive comments. I feel like ഈ positive comments makes me want to like keep going. പക്ഷെ there's one thing, okay, there's one thing which actually എനിക്ക് സങ്കടം വരുന്നൊരു കാര്യം. മേ ബി ഞാൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, I don't know. ഇന്നലെ ഞാൻ എന്തോ ഒരു റീലോ എന്തോ പോസ്റ്റ് ചെയ്യാൻ നേരത്തെ ലൈക്ക് കുറെ ലൈക്ക് ഗേൾസ് വന്ന് എന്നെ തളർത്തുന്നതാ. ഐ എം ഓൾവേസ് ഒരു ഗേൾസ് ഗേൾ. ഞാനാണെങ്കിൽ ഒരു പെൺകുട്ടി എന്തെങ്കിലും തുടങ്ങി ഐ ഓൾവേസ് വുഡ് വാണ്ട് ടു സപ്പോർട്ട് ആ കുട്ടിയെ. ലൈക്ക് ആ ഒരു മെന്റാലിറ്റിയാണ് എനിക്ക്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് സാഡ് ടു സീ ചില ഗേൾസ് ഇരുന്ന് തളർത്തുന്നത്. I don't think jealousy is there despite being the gender boy girl. It's there. Jealousy is always there. അപ്പൊ പിന്നെ ഒരു ഗേളിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് നമ്മൾ നമ്മുടെ നല്ല മനസ്സുകൊണ്ട് നമ്മൾ വിചാരിക്കുമായിരിക്കും. പക്ഷെ ടു ബി ഓണസ്റ്റ്, അതും ഈ ഇപ്പോഴത്തെ ലോകത്ത്, ഐ മീൻ ഇപ്പോഴത്തെ ജനറേഷനിൽ ഐ ഡോണ്ട് തിങ്ക് അൺലെസ് ദേ ആർ വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് വെൽ brought up and everything, I don't think a girl wants to support another girl. Jealousy is always a factor there. അപ്പം ഒരാൾ നന്നാവുന്നത് ഗേൾ ആയാലും ബോയ് ആയാലും അവർക്ക് പിടിക്കത്തില്ല. അതങ്ങനെയാണ്. അനദർ തിങ്, ഞാൻ ചില ഫ്ലൈറ്റിന്റെ അകത്ത് ഒബ്വിയസ്ലി ഗൈസ് നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ചില കാര്യങ്ങൾക്ക് ഞങ്ങൾ എയർക്രാഫ്റ്റിന്റെ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഞങ്ങൾ ക്രൂ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ക്രൂ അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ ആരായാലും ഞങ്ങൾ എയർക്രാഫ്റ്റ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു ഫ്ലൈറ്റിൽ ജോലി ചെയ്യാൻ പോകുന്നിടത്താണ് ഞാൻ ജോലി ചെയ്യാൻ ഫ്ലൈറ്റിലേക്ക് പോവാന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ വി ആർ ദി ഓപ്പറേറ്റിംഗ് ക്രൂ.
ഞങ്ങൾക്ക് അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇതുണ്ട്. ഞങ്ങൾ ഓപ്പറേറ്റിംഗ് ക്രൂ ഉണ്ട്, ഓഗ്മെന്റിംഗ് ക്രൂ ഉണ്ട്, ഡെഡ് ഹെഡിങ് ക്രൂ ഉണ്ട്. അപ്പൊ യൂഷ്വലി ഞങ്ങൾ ഫ്ലൈറ്റിന് പോകുന്ന നേരത്ത് ദിസ് ഇസ് വാട്ട് വി സേ, ലൈക്ക് യുനോ ഇന്ന് ഞാൻ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന ഫ്ലൈറ്റ് ഇതാണ് 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 ഇങ്ങനെയാണ് പറയുന്നത്. സോ ഞാൻ ചില സമയത്ത് ഇത് പറയുന്ന നേരത്ത് ചില ആൾക്കാരിടും നീ ആരടി ഓപ്പറേറ്റർ, ഇപ്പം ക്യാബിൻ ക്രൂ ഒക്കെയാണ് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ലൈക്ക് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒക്കെ എല്ലാവർക്കും ഇതിനെ കുറിച്ച് അധികം അറിയത്തില്ലായിരിക്കും, എനിക്കും അറിയത്തില്ലായിരിക്കും. പക്ഷെ എന്ന് വെച്ച് നമ്മൾ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അറിയത്തില്ലെങ്കിൽ നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു മനസ്സാണ് സത്യത്തിൽ വേണ്ടത്. ഈ പറയുന്ന ആൾക്കാര് തന്നെ പല കമ്പനിയിലും ഓപ്പറേഷൻസ് ജോലിയെ ചെയ്തോണ്ടിരിക്കുന്നത് എന്ന് വെച്ച് നമ്മളെ ആരെങ്കിലും വന്ന് നീ ഒരു ഓപ്പറേറ്റർ ആണോ എന്നാരും ചോദിക്കത്തില്ല. ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ് പലരും പല ജോലിയും എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ആവട്ടെ, I'm also taking that kind of a job. എന്റെ അടുത്ത് വന്നിട്ട് നീ ഓപ്പറേറ്റർ ആണോ? അല്ല പോലെ ചേട്ടാ, ഞാൻ ഓപ്പറേറ്റർ അല്ല. ഇന്നലെ എനിക്കാണെങ്കിൽ ഒരു കോമന്റ് വന്നേ, ഞാൻ ഏതൊരു ഫ്ലൈറ്റിൽ എന്തോ ഇടാൻ നേരത്ത്. സോ ഇതും ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു, എന്തോ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പക്ഷെ ആക്ച്വലി വേണമെങ്കിൽ ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇട്ടേക്കാം ആ കുട്ടിയുടെ കമന്റ്. ഷീ വാസ് ലൈക്ക് ഞങ്ങൾക്കൊരു ഹോട്ടലുണ്ട്, ഞങ്ങളുടെ ഹോട്ടലില് മിക്സിയും ഗ്രൈൻഡറും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് രമണി ചേച്ചിയാണ്. പക്ഷെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഹോട്ടൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് രമണി ചേച്ചിയാണെന്ന് പറയാറില്ല. ക്യാബിൻ ക്രൂവിന്റെ കാര്യമൊക്കെ കഷ്ടമാണ്. That is exactly my point. People who are educated will understand this. അല്ലെങ്കിൽ who wants to know how a flight works, അല്ലെങ്കിൽ how a flight procedure works. People, if they want to learn, they will understand all the terms. പക്ഷെ there are some people who are very sweet and nice. കഴിഞ്ഞ ദിവസം there was also another comment, like ഒരാൾ പറഞ്ഞായിരുന്നു എന്റെ മോൾക്ക് എന്റെ ആ അങ്കിളിന്റെ മോൾക്ക് എന്റെ വീഡിയോ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒക്കെ മെസ്സേജസ് കാണുമ്പോൾ ലൈക്ക് എന്റെ ഉള്ളിൽ ഒരു സന്തോഷം it makes me want to keep going. Like, you know, ഒരാൾക്ക് സന്തോഷപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ, ലൈക്ക് ഒരാൾക്ക് ഇങ്ങനെ കാണാൻ ഇഷ്ടമാണെങ്കിൽ, ലൈക്ക്, you know, that's actually my success. ഗൈസ്, ഞങ്ങൾക്ക് വഴി തെറ്റി ഒമാൻ ബോർഡറിലേക്ക് കയറണമായിരുന്നു. അങ്ങനെയായിരുന്നു GPS കാണിച്ചു. ഇതുകൊണ്ടാണ് പറയുന്നത് GPS വിശ്വസിക്കാൻ പാടില്ല എന്ന്. സോ എന്നിട്ട് കയറി പോകുന്നിടത്ത് അവിടെ ഒരു പോലീസുകാരൻ, പിന്നെ ഞങ്ങൾ പോലീസുകാരനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒമാനിലേക്കല്ല പോകേണ്ടത്, ഞങ്ങൾക്ക് ഈ ഫേക്ക് കഫേയിലേക്കാണ് പോകേണ്ടതെന്ന്. അപ്പൊ അയാൾ പറഞ്ഞു റൗണ്ട് അബൌട്ട് എടുത്തിട്ട് ഒരു റൗണ്ട് അബൌട്ട് സ്ട്രെയിറ്റ്, സെക്കൻഡ് റൗണ്ട് അബൌട്ട് റൈറ്റ്, സ്ട്രെയിറ്റ് പോയി ചെന്നാൽ എത്തിക്കയറുന്നത് ഫേക്ക് കഫേ ആണ്. സോ പക്ഷെ ലൈക്ക് ദിസ് ഇസ് ദ തിങ് അബൌട്ട് ദുബായ് പോലീസ്, അല്ലെങ്കിൽ ലൈക്ക് യു നോ ഒമാൻ പോലീസ് ആരാണെങ്കിലും ലൈക്ക് ഇവിടുത്തെ ആൾക്കാരെല്ലാം ദേ ആർ സോ സ്വീറ്റ് ആൻഡ് നൈസ്. I like them. Good people. Find the roundabout now. പോട്ട് വണ്ടി വിട. ഐ തിങ്ക് ഇറ്റ് ഇസ് ബിക്കോസ് ഇവിടെ എല്ലാം റോഡ് കൺസ്ട്രക്ഷൻ. ഐ ഷോ യു ഗൈസ്. ഇതുണ്ട്, എല്ലാം അടച്ചു പൂട്ടി വെച്ചേക്കുക. വികസിപ്പിക്കാനായിരിക്കും. ഒന്നും പറ്റിയില്ല, നീ വഴി തെറ്റിച്ചു. എനിക്ക് അറിയാമായിരുന്നു നീ കൊടുക്കണായിരുന്നു. രണ്ട് വണ്ടി ഇടിച്ച് ആക്സിഡന്റ് പേപ്പറും എടുത്ത് ചിലപ്പോ എല്ലാം കുണ്ടും കുഴിക്കാത്തും വീണ് ആക്സിഡന്റ് ശരിയാക്കാൻ നമ്മള് അതാണല്ലേ വണ്ടിയൊക്കെ ഇടിച്ച് പോടാന്ന് പറഞ്ഞിട്ട് അവള് സൈഡിൽ കൂടെ. Who do you think is the funniest in the group? It's me, but just that ക്യാമറയിൽ ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഞാൻ കുറച്ച് ഇതാണ് because I'm maintaining my class. മാപ്പൊന്നും ഇല്ലടാ. But otherwise I am the funny one. But I think I would agree that. ഇതാണ് നിന്റെ ഫേക്ക് കഫേ. ഇതിനകത്ത് കഫേ ആയിട്ടൊന്നും കാണുന്നില്ല. അത് കണ്ടോ? That's the cafe. രണ്ടാമത്തെ റൗണ്ട്
ഗൈസ് ഞങ്ങളാണെങ്കിൽ ഫേക്ക് കഫേല് പോയി. അവിടെ ചെല്ലാൻ നേരത്ത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. വി ജസ്റ്റ് ഗോട്ട് കാണിച്ച മാച്ച് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ഇറ്റ് വാസ് നോട്ട് ടു എക്സ്പെൻസീവ്. പക്ഷെ ആവശ്യത്തിനുള്ള കത്തി ഉണ്ടായിരുന്നു. ഐ തിങ്ക് ദ മാച്ച വിച്ച് ഐ ഗോട്ട് വാസ് 30. ദ മാച്ച വിച്ച് ഐ ഗോട്ട് വാസ് 30. ഇവളുടേതും മാച്ച തന്നെ ആയതുകൊണ്ട് 30. നിന്റേതിന് എത്രയായി? 35. Yeah, so that was pretty much it, guys. And finally ഇവിടെ ദുബായിൽ തിരിച്ചെത്തി. 2 മണിക്കൂർ അങ്ങോട്ടും 2 മണിക്കൂർ ഇങ്ങോട്ടും ജസ്റ്റ് ഒരു മാച്ച് കുടിക്കാനായിട്ട് പോയൊരു ട്രിപ്പായി പോയി. ഞാമല്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ എത്തത്തില്ലായിരുന്നു. എന്താ കഴിഞ്ഞ തവണത്തെ ആക്സിഡന്റ് ഓർമ്മയില്ല? ശരിയാ, ആക്സിഡന്റ് ആയിരുന്നല്ലേ. നീ പറഞ്ഞു കൊടുക്കല്ലാർക്കും. സോ ഇതുപോലെ ഒരു വഴിക്ക് പൊക്കോണ്ടിരുന്നപ്പം ഒരു സർവീസ് റോഡിൽ കയറിയതാ. സർവീസ് റോഡിൽ കയറി ഞാൻ നോർമൽ സ്പീഡിൽ പോയി. ഒരാൾ പെട്ടെന്ന് റിവേഴ്സ് എടുത്തു. നിന്റെ തെറ്റല്ലായിരുന്നല്ലേ? അല്ലായിരുന്നു, ചെറിയ രീതിയിൽ. എന്നിട്ട് എന്റെ വണ്ടിയുടെ ഒരു സൈഡ് ഫുൾ ചളങ്ങി. പിന്നെ പോലീസിനെ വിളിച്ചു. ഇടിച്ച ആള് പേടിച്ചിട്ട് വന്നില്ല. അതാണ് എനിക്ക് ഫൈൻ കിട്ടിയില്ല. പോലീസിനെ വിളിച്ചൊന്നുമില്ല. സത്യം പറയാലോ, ഞാൻ അവളെ വിളിച്ചു. അവള് എന്നെ വിളിച്ചു. ഞാൻ വന്നു പോലീസ് റിപ്പോർട്ട് ഉണ്ടാക്കി. പോലീസുകാരെ വിളിച്ച് വെയിറ്റ് ചെയ്ത്. ഇറ്റ് വാസ് എ റംദാൻ ടൈം ഐ തിങ്ക്. എന്നിട്ട് നമ്മള് പോലീസ് സ്റ്റേഷനിൽ പോയി വന്ന് സംസാരിച്ച് പിന്നെ ഗ്രീൻ പേപ്പർ വാങ്ങിച്ചു. അങ്ങനെയാണ് ഉണ്ടായത്. സോ പേടിച്ചിട്ട് പോലീസുകാരല്ല അവൾ ആദ്യം വിളിച്ചത്, എന്നെയാ വിളിച്ചത്. ബട്ട് ഗൈസ്, ഐ ആം എ ഗുഡ് ഡ്രൈവർ. മാത്രം അത് പറയും. ആരെങ്കിലും ഒരാൾ സത്യം പറയാലോ, പണ്ടത്തിനെക്കാട്ടിലും എന്തോരം ഭേദോ. ഞാൻ അത്യാവശ്യം നല്ലതായിട്ട് വണ്ടി ഓടിക്കും. ഐ ഹാവ് ഗുഡ് കൺട്രോൾ ഓഫ് ദ കാർ. If anybody wants to sit with her in the car and take a test drive, please do. And then you guys let us know how she's driving. ഇനിയിപ്പോ എന്തായാലും ഞങ്ങൾ പോവാൻ തുടങ്ങും. കാരണം ഇറ്റ്സ് ഓൾറെഡി 9 o'clock. ഇവർക്ക് രണ്ടുപേർക്ക് നാളെ രാവിലെ ജോലിയുണ്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല ഇന്നൊരു 4-5 ദിവസത്തേക്ക്. ബട്ട് അധികം ലേറ്റ് ആക്കാണ്ട് ഇവര് വീട്ടിൽ പോവുക. കാരണം ഷെഡിക്കാണെങ്കിൽ രാവിലെ 5 മണിക്ക് ഇറങ്ങണം. 5:30 ആകുമ്പോ ഇറങ്ങണം. So that's pretty much it, guys. Thank you for watching. If you guys liked my video, make sure to like and subscribe, share and subscribe to my channel. And നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ do drop it in the comments down below. കാരണം അതൊക്കെ വായിക്കാൻ നേരത്തെ ഞങ്ങൾക്കൊരു മനസ്സുഖം, ഒരു സന്തോഷമാണ്. Guys, I'll see you on my next video. Bye.